നമസ്കാരം. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് മുതൽ CPIയും CPMും തമ്മിൽ വലിയ ഉടക്കാണ്. സ്വാഭാവികമായും CPI വലിയ കർശനമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വിളിച്ച ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും കടുത്ത നടപടിയിലേക്ക് CPI പോകില്ല എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെയൊക്കെ വന്നിരുന്നു. ആദ്യത്തെ ഒരു CPIയിലെ ഒരു പൊതുവികാരം എന്തെന്നാൽ CPIയുടെ അസ്തിത്വം പോലും വലിയ തോതിൽ വെല്ലുവിളിച്ചുകൊണ്ട് CPIM ഏകപക്ഷീയമായി ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തതിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടിലായിരുന്നു CPIയുടെ സംസ്ഥാന നേതൃത്വം. അതിലെ ഭൂരിഭാഗം അംഗങ്ങളും സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിലുള്ള 4 മന്ത്രിമാരെയും പിൻവലിക്കണമെന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് രാജി വെപ്പിക്കണമെന്ന തരത്തിലേക്കുള്ള ആവശ്യങ്ങൾ പോലും ഉയർന്നിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ചിഞ്ചു റാണിയും GR അനിലും, അതായത് 2 CPIയുടെ മന്ത്രിമാർ, അവർക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. കൃഷിമന്ത്രി P പ്രസാദിനാകട്ടെ രാജിവെക്കണോ വേണ്ടായോ എന്ന പാതി മനസ്സിലാണ് അദ്ദേഹമുള്ളത്. പക്ഷേ അതിൽ കൃത്യമായിട്ട് പാർട്ടിക്കൊപ്പം ഒരു നിലപാടെടുത്തത് റവന്യൂ മന്ത്രി K രാജൻ തന്നെയാണ്. തനിക്ക് പാർട്ടിക്ക് പറഞ്ഞാൽ ഏത് സിംഹാസനവും വലിച്ചെറിയാൻ താൻ ഒരുക്കമാണെന്ന് അസന്നിഗ്ധമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സോടുകൂടിയാണ് K രാജൻ ഈ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും രാജിവെക്കാം, പാർട്ടി പറഞ്ഞാൽ താൻ ഉറപ്പായും രാജിവെക്കാമെന്ന് പറഞ്ഞത് റവന്യൂ മന്ത്രി K രാജൻ മാത്രമാണ്. ഉറച്ച ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന വിശേഷണമുള്ള കൃഷിമന്ത്രി P പ്രസാദിന് പോലും പാതി മനസ്സാണ് ഈ ഒരു കാര്യത്തിലുള്ളത്. സ്വാഭാവികമായും ചിഞ്ചു റാണിയും അനിലും തങ്ങൾ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നു. സ്വാഭാവികമായും ബിനോയ് വിശ്വം നിലപാട് പിണറായി വിളിച്ചതിന് ശേഷം മയപ്പെടുത്തി എന്ന അത് CPI മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം രാജി എന്ന ഒരു കടമ്പയിൽ നിന്ന് അവരെ തൽക്കാലം രക്ഷപ്പെടുത്തുന്നു. പക്ഷേ CPIയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ഒരു തീരുമാനമാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന പൊതുവികാരം പാർട്ടിക്കുള്ളിൽ വളരെ ദൃഢമായി തന്നെ നിലനിൽക്കുന്നു. ഇത് വരും ദിവസങ്ങളിൽ ബിനോയ് വിശ്വത്തിൻ്റെ ലീഡർഷിപ്പിന് എതിരെ തന്നെയുള്ള വലിയ പടപ്പുറപ്പാടായി മാറാനുള്ള സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട് എന്നതാണ് CPIയിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വിവരം.